നമുക്ക് ട്രാൻസിസ്റ്റർ എങ്ങനെയാണ് ഒരു ആംപ്ലിഫയർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് നോക്കാം. ഇതൊരു കോമൺ ബേസ് ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ ആണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുന്നു. ബേസ് ഇസ് കോമൺ ഫോർ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ബേസ് എമിറ്റർ ജംഗ്ഷൻ ഇസ് ഫോർവേഡ് ബയസ്ഡ്, അതുകൊണ്ട് ബേസ് എമിറ്റർ ജംഗ്ഷന്റെ റെസിസ്റ്റൻസ് കുറവായിരിക്കും. ഇനി ബേസ് കളക്ടർ ജംഗ്ഷൻ ഇസ് റിവേഴ്സ് ബയസ്, അതുകൊണ്ട് അതിന്റെ ഇൻഹറന്റ് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. പോരാത്തതിന് ഇവിടെ ഔട്ട്പുട്ട് RC എന്ന് പറയുന്ന ലോഡിന്റെ അക്രോസ് ആയിട്ടാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് മെഷർ ചെയ്യുന്നത്, വി ഔട്ട് മെഷർ ചെയ്യാം. ഒരു എക്സാമ്പിൾ എടുക്കാം. ഞാനൊരു ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്നു. 0.1 വോൾട്ട് ആണ് ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്നത്. ഇൻപുട്ടിലെ റെസിസ്റ്റൻസ് കുറവായിരിക്കും. സേ I will take resistance R in is 10 ohms. അപ്പോ ഇൻപുട്ടിലെ കറണ്ട് IE എന്ത് വരും? I is equal to V by R. V is V in by R in. എത്രയാ വരിക? 0.1 വോൾട്ട് 0.1 by 10. That is equal to 0.01 ampere, or that is equal to 10 milliampere. So IE equals 10 milliampere. എന്താണ്? ഒരു സിഗ്നല് ചെറിയൊരു വോൾട്ടേജ് 0.1 വോൾട്ട് വോൾട്ടേജ് ഇൻപുട്ടിൽ കൊടുത്തു. ഇൻപുട്ട് റെസിസ്റ്റൻസ് 10 ഓം, ചെറിയൊരു വാല്യൂ ആയിരിക്കും, അത് കൊടുത്തു. കാരണം ഫോർവേഡ് ബയസ് ജംഗ്ഷൻ ആണ്, ഇൻപുട്ട് റെസിസ്റ്റൻസ് കുറവായിരിക്കും. അപ്പോൾ ഇൻപുട്ടിലെ കറണ്ട് നമുക്ക് മെഷർ ചെയ്യാം I is V by R വെച്ചിട്ട്. എത്ര കിട്ടിയ? 10 milliampere എന്ന് കിട്ടി. ഇതാണ് എമിറ്റർ കറണ്ട്. ഇനി നിങ്ങൾക്കറിയാം ബേസ് കറണ്ട് പ്ലസ് കളക്ടർ കറണ്ട് ആണ് എമിറ്റർ കറണ്ട്. ഇത് സ്പ്ലിറ്റ് ചെയ്ത് പോവും, ബേസ് കറണ്ട് ആയിട്ടും കളക്ടർ കറണ്ട് ആയിട്ടും. പക്ഷെ ബേസ് കറണ്ട് ഇസ് ഓൺലി ഇൻ ദി ഓർഡർ ഓഫ് മൈക്രോ ആംപിയേഴ്സ്. കാരണം only less than 5% of the carriers lead to this base current. ബേസിൽ റീകോമ്പിനേഷൻ കുറവായിരിക്കും. ഇതെല്ലാം നമ്മൾ പറഞ്ഞതാണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എടുക്കാം? IE is approximately equal to IC എന്ന് പറയാം. കാരണം എന്താ ജസ്റ്റിഫിക്കേഷൻ? IE is IB plus IC, that is true, but IB is going to be very small. So you can approximate IE equals IC. അതായത് 10 മില്ലി ആംപിയറിൽ ഒരു 10 മൈക്രോ ആംപിയർ പോയത് കൊണ്ട് വലിയ വ്യത്യാസം വരില്ലല്ലോ. അതുകൊണ്ടാണ് IE ഈക്വൽസ് IC എന്ന് എടുക്കുന്നത്. ഓക്കെ, ഇനി ഔട്ട്പുട്ടിൽ എന്താ സ്ഥിതി നോക്കാം. ദിസ് ഇസ് അഗൈൻ ഈക്വൽ ടു 10 മില്ലി ആംപിയർ. അതുകൊണ്ട് so 10 milliampere is flowing through a resistance of 5 kilo ohm. So what is the output resistance voltage? V out is equal to I out into R out, or RC in this case. So that is equal to 10 milliampere into 5 kilo ohm. That is equal to 50 volt. അപ്പോൾ ഒന്ന് നോക്കൂ, ചെറിയൊരു വോൾട്ടേജ് 0.1 വോൾട്ട് ഇവിടെ കൊടുത്തപ്പോ അവിടെ അത് 50 വോൾട്ട് ആയിട്ടാണ് ഔട്ട്പുട്ടിൽ കിട്ടിയത്. ദിസ് ഇസ് ട്രാൻസിസ്റ്റർ ആക്ഷൻ. ദാറ്റ് ഇസ് a current flowing through a low resistance input forward bias circuit reaches the collector output circuit, and it flows through a high resistance, giving you a good amount of voltage output or voltage amplification. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു ലോ റെസിസ്റ്റൻസ് റീജിയനിൽ നിന്ന് ഒരു കറണ്ട് ഹൈ റെസിസ്റ്റൻസ് റീജിയനിലേക്ക് ട്രാൻസ്ഫേർഡ് ആകുന്നു. So you will get a voltage amplification.
This is how transistor act as an amplifier. ഇനി നമുക്ക് ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ നോക്കാം. 3 തരത്തില് ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ ഉണ്ട്. അതായത് കോമൺ ബേസ്, കോമൺ എമിറ്റർ, കോമൺ കളക്ടർ. 3 തരത്തിൽ സർക്യൂട്ട് കൺസ്ട്രക്ട് ചെയ്യാം. ആദ്യത്തെ മെത്തേഡ് കോമൺ ബേസ്. അതായത് ബേസ് ഇസ് കോമൺ ഫോർ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. Base is common for input circuit and output circuit. So you call this a common base configuration. ഇത് വരച്ചിരിക്കുന്നത് ഒരു NPN ട്രാൻസിസ്റ്റർ ആണ്. അപ്പോൾ അതിനനുസരിച്ച് ബയസിംഗ് കൊടുക്കുക. ബയസിംഗ് കൊടുക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ബേസ് എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ് ബയസ് ആകുന്ന വിധത്തിൽ വേണം. സോ എന്നിലേക്ക് N, പിയിലേക്ക് P. ബേസ് കളക്ടർ ജംഗ്ഷൻ റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കണം. അതുകൊണ്ട് എന്നിലേക്ക് പിയും പിയിലേക്ക് എന്നും. റിവേഴ്സ് ബയസിംഗ് ഫോർവേഡ് ബയസിംഗിനേക്കാൾ കൂടുതൽ ബാറ്ററി കൊടുക്കണം. അതുകൊണ്ടാണ് 2 എണ്ണം വരച്ചത്. അപ്പോ ഇതിലെ കറണ്ട് നമുക്ക് വരയ്ക്കാം. ഇത് IE എന്ന് പറഞ്ഞ എമിറ്റർ കറണ്ട്, ഇത് IC എന്ന് പറഞ്ഞ കളക്ടർ കറണ്ട്, ഇത് IB എന്ന് പറഞ്ഞ ബേസ് കറണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ കറണ്ടിന്റെ ഡയറക്ഷൻ അറിയാൻ വേണ്ടിയിട്ട് ഇലക്ട്രോൺസിന്റെ ഫ്ലോ എങ്ങനെയായിരിക്കും ആലോചിച്ചാൽ മതി. എമിറ്ററിന് ഇലക്ട്രോൺസ് ഇങ്ങനെ പോകും. കുറച്ച് ഇലക്ട്രോൺസ് റീകമ്പൈൻ ചെയ്ത് ഇങ്ങനെ വരും. അപ്പൊ ബേസ് കറണ്ട് അങ്ങോട്ട്, ഇലക്ട്രോൺസ് ഇങ്ങനെ ഒഴുകുന്നു എന്ന് പറയുമ്പോൾ കറണ്ട് ഇങ്ങോട്ട്, ഇവിടെ ഇലക്ട്രോൺസ് അങ്ങോട്ട് പോകണു എന്ന് പറയുമ്പോൾ കറണ്ട് ഇങ്ങോട്ട്. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് എ കോമൺ ബേസ് കോൺഫിഗറേഷൻ. ഇനി ഇതേപോലെ നമുക്ക് കോമൺ എമിറ്റർ വരയ്ക്കാം. കോമൺ ബേസ് വരച്ചു. ഇനി കോമൺ എമിറ്റർ വരയ്ക്കുന്നതിന് മുൻപ് നമുക്ക് NPN ട്രാൻസിസ്റ്ററിന് പകരം PNP ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് കോമൺ ബേസ് ഒന്ന് വരച്ചു നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കോമൺ എമിറ്ററിലേക്ക് പോകാം. അപ്പോൾ ഇതൊരു കോമൺ ബേസ് കോൺഫിഗറേഷൻ തന്നെയാണ്. പക്ഷേ ഇത് ട്രാൻസിസ്റ്റർ PNP ആണ്. സോ ദിസ് ഇസ് P, ദിസ് ഇസ് N ആൻഡ് ദിസ് ഇസ് P. PNP ട്രാൻസിസ്റ്റർ ആണ്. ഓക്കെ, അപ്പോ ആരോ അതുകൊണ്ട് എങ്ങനെയാണ് ഉള്ളിലേക്ക് കൊടുക്കണം. ആരോ ഷോസ് ഡയറക്ഷൻ ഓഫ് കൺവെൻഷണൽ കറന്റ്. സാധാരണ കറന്റ് ഒഴുകുന്ന ഡയറക്ഷനാണ് ആരോ കാണിക്കുന്നത്. ഇത് എമിറ്റർ ആണ്. എമിറ്ററിൽ നിന്ന് ഇവിടെ എന്താണ് മെജോറിറ്റി കാരിയേഴ്സ് ഏതാണ്? ഹോൾസ് ആണ്. P ടൈപ്പിലെ ഹോൾസ് ആണ്. അപ്പോൾ ഹോൾസ് എമിറ്ററിൽ നിന്ന് എമിറ്റ് ചെയ്യും, ബേസിൽ കൂടെ കടന്നു പോകും. ലെസ് ദാൻ 5% ഇവിടെ റീകമ്പൈൻ ചെയ്യും. ബാക്കിയുള്ള മെജോറിറ്റി 95% ഓർ മോർ വിൽ ബിക്കം ദ കളക്ടർ കറന്റ്. ഓക്കെ, ഇവിടെ ഹോൾസിന്റെ മൂവ്മെന്റ് ആണ് ഇങ്ങനെ പറയുന്നത്. സോ ഹോൾസിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് കറന്റിന്റെ തന്നെയാണ് മൂവ്മെന്റ്. അതുകൊണ്ട് നമുക്ക് അതേ ഡയറക്ഷൻ, ഹോൾസ് പോകുന്ന ഡയറക്ഷനെ നമുക്ക് കറന്റിന്റെ ഡയറക്ഷൻ ആയിട്ട് എടുക്കാം. അപ്പൊ ഹോൾസ് ഇങ്ങോട്ട് വരുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് കൊടുത്തു. ഇവിടെ നമ്മൾ ബയസിംഗ് എങ്ങനെ കൊടുക്കണം? ബേസ് എമിറ്റർ ജംഗ്ഷൻ ഷുഡ് ഓൾവേസ് ബി ഫോർവേഡ് ബയസ്ഡ്. സോ ബേസ് എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ് ബയസ്ഡ്. പിയിലേക്ക് P കൊടുക്കണം, എന്നിലേക്ക് N കൊടുക്കണം. ഇവിടെയോ ബേസ് കളക്ടർ ജംഗ്ഷൻ ഷുഡ് ബി റിവേഴ്സ് ബയസ്ഡ്. പിയിലേക്ക് N, എന്നിലേക്ക് P റിവേഴ്സ് ആയി കൊടുക്കാം. അപ്പൊ ഇതുമായി കമ്പയർ ചെയ്യാൻ നമുക്ക് എന്താണ്? ഡയറക്ഷൻ ഓഫ് ഫ്ലോ എല്ലാം തിരിഞ്ഞു വരും, ബയസിംഗ് ബാറ്ററി എല്ലാം തിരിഞ്ഞു വരും. കാരണം ഇതൊരു NPN ട്രാൻസിസ്റ്റർ ആണ്, ആരോ പുറത്തേക്കാണ്. ഇവിടെ PNP ട്രാൻസിസ്റ്റർ ആണ്, ആരോ ഉള്ളിലേക്കാണ്. അപ്പൊ ഇത് രണ്ടും കോമൺ ബേസ് തന്നെയാണ്, വ്യത്യാസമില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത കോൺഫിഗറേഷനിലേക്ക് പോവാം, കോമൺ എമിറ്റർ. അത് കഴിഞ്ഞാൽ കോമൺ കളക്ടറിലേക്ക് പോകാം. അങ്ങോട്ടെല്ലാം പോകുമ്പോൾ ഞാൻ ഈ ഒരു NPN ട്രാൻസിസ്റ്ററിന്റെ മാത്രമേ വരയ്ക്കുന്നുള്ളൂ. PNP ട്രാൻസിസ്റ്ററിന്റെ ഇതേമാതിരി എല്ലാ കോൺഫിഗറേഷനും വരച്ച് ബയസിംഗ് നിങ്ങൾ തനിയെ കൊടുത്തു നോക്കാം. ഓക്കെ, ഇതൊരു കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ്. എമിറ്റർ ഇസ് കോമൺ ഫോർ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഇത് NPN ട്രാൻസിസ്റ്റർ ആണ്. ആരോ പുറത്തേക്കാണ് ഇട്ടിരിക്കേണ്ടത്, എമിറ്ററിന്റെ ആരോ. ബയസിംഗ് നോക്കുക. ബേസ് എമിറ്റർ ജംഗ്ഷൻ ഷുഡ് ബി ഫോർവേഡ് ബയസ്. സോ പിയിലേക്ക് പോസിറ്റീവ്, എന്നിലേക്ക് നെഗറ്റീവ്.
collector junction should be reverse biased. Collector base junction should be reverse biased. അപ്പൊ അതുകൊണ്ട് എന്നിലേക്ക് പി കൊടുക്കണം, അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, എന്നിലേക്ക് തീർച്ചയായിട്ടും പി വരണം, അപ്പോൾ ഇത് നെഗറ്റീവ് ഈ സൈഡുകൾ. അപ്പൊ ഇതാണ് നമ്മുടെ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. ഇൻപുട്ട് കറണ്ട് ഐ ബി ആണ്, ഔട്ട്പുട്ട് കറണ്ട് ഐ സി ആണ്. ഇവിടെ ഐ ബി പിന്നെ ഐ ഇ ഇവിടെ കോമൺ ആണ്, രണ്ടുപേർക്കും ഉള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത കോൺഫിഗറേഷൻ നോക്കാം, കോമൺ കളക്ടർ. അടുത്ത കോൺഫിഗറേഷൻ കോമൺ കളക്ടർ കോൺഫിഗറേഷൻ. അപ്പോ കളക്ടർ ഇസ് കോമൺ ഫോർ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഇൻപുട്ട് സിഗ്നൽ ഇവിടെ, ഔട്ട്പുട്ടിന്റെ ആർ സി കളക്ടർ റെസിസ്റ്റൻസ് അല്ല ഇവിടെ ലോഡ് റെസിസ്റ്റൻസ് എന്ന് ജനറലായി എഴുതാം. കളക്ടർ അല്ലാത്തത് കൊണ്ട് വേണമെങ്കിൽ ആർ ഇ എന്ന് എഴുതാം. അപ്പോൾ എൻ പി എൻ ട്രാൻസിസ്റ്റർ ആണ്, അപ്പൊ അതിനനുസരിച്ച് നോക്കി ഇൻപുട്ട് ബയസിങ് കൊടുക്കുക. ഔട്ട്പുട്ട് സർക്യൂട്ട് ഷുഡ് ബി റിവേഴ്സ് ബയസ്ഡ്. അപ്പോൾ എമിറ്റർ എൻ ആയതുകൊണ്ട് ഇവിടെ എമിറ്റർ എൻ ആണ്. നമുക്കറിയാം ബേസ് എമിറ്റർ ജംഗ്ഷൻ ഷുഡ് ഓൾവേസ് ബി ഫോർവേഡ് ബയസ്ഡ് എന്നാണ് നമ്മുടെ റൂള്. അപ്പൊ അതുകൊണ്ട് എമിറ്ററിന് ഫോർവേഡ് ബയസ്ഡ്, എന്നിലേക്ക് എൻ കൊടുത്തു. ആൻഡ് ബേസ് കളക്ടർ ജംഗ്ഷൻ ഷുഡ് ഓൾവേസ് ബി റിവേഴ്സ് ബയസ്ഡ്. അപ്പൊ അതുകൊണ്ട് ഇത് പി ആണ്. ഓക്കെ, ഇത് പി അല്ലേ വരിക. ഇവിടെ ബേസ് കളക്ടർ എന്ന് എടുക്കുന്നതിന് പകരം കളക്ടറിനെ നോക്കിയാലും മതി. കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ എപ്പോഴും കളക്ടറിനെ നോക്കുക. കളക്ടർ ഷുഡ് ബി റിവേഴ്സ് ബയസ്ഡ്. അപ്പൊ എന്നിലേക്ക് കൊടുക്കേണ്ടത് പി ആണ്. പി എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കൂ, ഇവിടെ ഒരു തിരിച്ചൊരു ബാറ്ററി ഉണ്ട്. ഇത് നെഗറ്റീവിലേക്കാ കണക്റ്റഡ്, ഇത് പോസിറ്റീവിലേക്കാ കണക്റ്റഡ്. പക്ഷെ ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ ദിസ്. അതുകൊണ്ട് ഇൻ ഇഫക്റ്റ് ദിസ് ടെർമിനൽ വിൽ ബി പോസിറ്റീവ്ലി കണക്റ്റഡ്. അതുകൊണ്ട് എന്നെ പിയിലേക്ക് കൊടുത്ത എഫക്റ്റ് ആയിരിക്കും സിഗ്നിഫിക്കന്റ് ആയി വരാം. അപ്പോൾ ദിസ് ഇസ് ദ കോമൺ കളക്ടർ കോൺഫിഗറേഷൻ. ഇവിടുത്തെ ഇൻപുട്ട് കറണ്ട് ഐ ബിയും ഔട്ട്പുട്ട് കറണ്ട് ഐ ഇയുമാണ്. ഐ സി രണ്ടുപേരുടെയും ഇടയിലാണ് വരുന്നത്. പക്ഷെ നിങ്ങൾക്ക് അറിയാം, എപ്പോഴും രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. രണ്ട് ലോസ് ആണ് ട്രാൻസിസ്റ്ററിന് ഇമ്പോർട്ടന്റ്. ഐ ഇ ഈക്വൽസ് ഐ ബി പ്ലസ് ഐ സി. എമിറ്ററിൽ എന്ത് പോയോ അതാണ് ഐ ബിയും ഐ സിയുടെയും സമ്മായി തീരുക. കാരണം ഒരെണ്ണം പോയി അത് ബ്രാഞ്ച് ചെയ്ത് രണ്ടായതാണ്. പിന്നെ ഓഫ് കോഴ്സ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബേസ് എമിറ്റർ ജംഗ്ഷൻ ഷുഡ് ബി ഫോർവേഡ് ബയസ്ഡ് ആൻഡ് ബേസ് കളക്ടർ ജംഗ്ഷൻ ഷുഡ് ബി റിവേഴ്സ് ബയസ്ഡ്. ഓക്കെ, അപ്പോൾ ബേസ് കളക്ടർ ജംഗ്ഷന് നോക്കാൻ ബുദ്ധിമുട്ട് തോന്നിയാൽ കളക്ടർ എന്ന് നോക്കിയാൽ മതി. കളക്ടറിന് റിവേഴ്സ് ബയസ് കൊടുക്കാം ഇൻ ഇഫക്റ്റ്. അപ്പൊ ഇതാണ് 3 കോൺഫിഗറേഷൻസ്. അടുത്തതായി നമുക്ക് ഈ കോൺഫിഗറേഷൻസിന്റെ കുറച്ച് പാരാമീറ്റേഴ്സ് നോക്കാം. ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്താണ്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്താണ്, കറന്റ് ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള എക്സ്പ്രഷൻസ് നോക്കാം. ആദ്യം ഇൻപുട്ട് റെസിസ്റ്റൻസ് നോക്കാം. വാട്ട് ഇസ് ഇൻപുട്ട് റെസിസ്റ്റൻസ്? ഇൻപുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് കറന്റ്. R is equal to V by I നമുക്കറിയാം. അപ്പോൾ ഇൻപുട്ടിലെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ടിലെ വോൾട്ടേജ് ബൈ ഇൻപുട്ടിലെ കറന്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇൻപുട്ടിലെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ. ഈ ബാറ്ററിനെ നമുക്ക് എന്ത് വിളിക്കാം? വി ബി ഇ എന്ന് വിളിക്കാം. ബേസ് എമിറ്റർ വോൾട്ടേജ് ആണ്. സോ ഡെൽറ്റ വി ബി ഇ ബൈ ഇൻപുട്ടിലെ കറന്റ് എന്താണ്? ഐ ഇ. So this is the input resistance. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ വി ബിയും വി ഐ മാറുമ്പോ ഔട്ട്പുട്ടിലെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? കളക്ടറും ബേസും തമ്മിലുള്ള വോൾട്ടേജ് വി സി ബി എന്ന് പറയാം. ഇതിനെ ബൈസിങ് ബാറ്ററി എന്ന് വിളിക്കാം, വി ബി ബി എന്ന്. ഈ ഇവിടുത്തെ വോൾട്ടേജിനെ നമുക്ക് വി ബി ഇ എന്ന് വിളിക്കാം, ബേസ് എമിറ്റർ വോൾട്ടേജ്. ഈ ബൈസിങ് ബാറ്ററിനെ വി സി സി, കളക്ടറിനെ ബൈസ് ചെയ്യുന്ന ബാറ്ററി എന്ന് വിളിക്കാം. ഇത് തമ്മിലുള്ള വോൾട്ടേജിനെ എന്ത് വിളിക്കാം? ബേസും കളക്ടറും തമ്മിലുള്ള വോൾട്ടേജിനെ വി സി ബി എന്ന് വിളിക്കാം.
Okay. Now, this is defined as delta VBE by delta E at constant output voltage. V out. ഇവിടുത്തെ V out എന്ന് പറയുന്നത് കളക്ടറും ബേസും തമ്മിലുള്ള വോൾട്ടേജ് ആണ്. സോ അറ്റ് കോൺസ്റ്റന്റ് VCB എന്ന് എഴുതാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇസ് ഡിഫൈൻഡ് ആസ് ഇൻപുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് കറന്റ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഇൻപുട്ട് വോൾട്ടേജ് ബൈ ചേഞ്ച് ഇൻ ഇൻപുട്ട് കറന്റ് അറ്റ് കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇതൊന്ന് ഓർത്തു വെച്ചോളൂ. ഡെഫിനിഷൻ at constant output voltage. അപ്പോൾ ഈ കേസിൽ അപ്ലൈ ചെയ്തു, കോമൺ ബേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഡെൽറ്റ VBE ബൈ ഡെൽറ്റ IE അറ്റ് കോൺസ്റ്റന്റ് VCB എന്നെടുക്കണം. അതിന് കാരണം ഇത് മൂന്നും റിലേറ്റഡ് പാരാമീറ്റേഴ്സ് ആയതുകൊണ്ട് ഇത് മാറുമ്പോൾ ഇതും മാറും. അപ്പൊ 3 പാരാമീറ്റർ മാറിയിട്ട് നമുക്ക് ഒരു കോൺസ്റ്റന്റ് ഡിഫൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. So we will keep this VCB constant by some adjustment and then only measure the change in VBE by delta IE. Okay. Meaning, നിങ്ങൾ പറയൂ, കോമൺ എമിറ്റർ ആണെങ്കിൽ ഇതേ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാ വരാന്നൊന്ന് പറയൂ. കോമൺ കളക്ടർ ആവുമ്പോൾ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇൻപുട്ട് വോൾട്ടേജ് VBE by input current IB. So delta VBE by delta IB at constant output voltage. Output voltage ഇവിടെ ആരാണ്? It is VCE. VCE is the output voltage. Okay. അപ്പോൾ കോമൺ എമിറ്ററിലെ ഇൻപുട്ട് റെസിസ്റ്റൻസിനെ നമ്മൾ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക. ഇനി കോമൺ കളക്ടറിന്റെ നോക്കാം. കോമൺ കളക്ടറിന്റെ വരുമ്പോ എന്താ വരാം? ഇത് ഈക്വൽ എന്നിടണ്ട. കോമൺ കളക്ടറിന് ഇതേമാതിരി ആർ ഇൻപുട്ട് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇൻപുട്ട് വോൾട്ടേജ്. എന്താണ്? ബേസും കളക്ടറുമാണ്. അപ്പൊ ഡെൽറ്റ VCB ബൈ ഇൻപുട്ട് കറന്റ് ചേഞ്ച് ഇൻ IB at constant എന്താ വരിക? at constant output voltage. ഏതാണ്? കളക്ടർ എമിറ്റർ VCE. VCE എന്ന് പറഞ്ഞാലും VEC എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ നമ്മൾ 3 കോൺഫിഗറേഷനിൽ we defined the input resistance. ഇതാണ് ഓർത്തിരിക്കേണ്ടത്. ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇസ് ഇൻപുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് കറന്റ് അറ്റ് കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പൊ ഒരു പാരാമീറ്റർ 3 കേസിലും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത പാരാമീറ്ററിലേക്ക് കടക്കാം. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ചേഞ്ച് ഇൻ output current at constant input current. അപ്പോൾ at constant input current ആണ്. ശ്രദ്ധിക്കുക, ആദ്യം നമ്മൾ പറഞ്ഞത് at constant output voltage ആയിരുന്നു. ഇപ്പൊ പറയുന്നത് at constant input current ആണ്. അപ്പൊ ആ കേസിൽ ഇവിടെ എന്ത് വരും എന്ന് നോക്കൂ. കോമൺ ബേസിന് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ്? ഡെൽറ്റ VCB ബൈ ഔട്ട്പുട്ട് കറന്റ് delta IC at constant input current, that is IE, input current. ഇതാണ് കോമൺ ബേസിന്. ഇനി കോമൺ എമിറ്ററിന്റെ നോക്കാം. കോമൺ എമിറ്ററിന് എന്താ വരിക? ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ്? ഡെൽറ്റ VCE by output current delta IE at constant input current, that is IB. ഇനി കളക്ടർ കോമൺ കളക്ടർ കോൺഫിഗറേഷൻ ആണെങ്കിലോ ഔട്ട്പുട്ട് വോൾട്ടേജ്
change in output voltage, that is delta VCE by delta IE at constant IB. Okay. Oh, ഇവിടെ ഒരു ചെറിയ തെറ്റുണ്ട്, പ്ലീസ് നോട്ട് ഇറ്റ്. ഇവിടെ എഴുതിയത് തെറ്റിയില്ലേ? ഔട്ട്പുട്ട് വോൾട്ടേജ് VCE ബൈ ഔട്ട്പുട്ട് കറണ്ട് ആണ്. ഔട്ട്പുട്ട് കറണ്ട് IC ആണ്, IE അല്ല, IC at constant input current. So at constant IB. ഇവിടെയാണെങ്കിൽ delta VCE by delta IE by at constant IB. ഇതാണ് ഔട്ട്പുട്ട് പാരാമീറ്റേഴ്സിന്റെ 3 കോൺഫിഗറേഷനിലുമുള്ള ഇത്. അപ്പൊ ഇവിടെ ഓർത്ത് വെക്കേണ്ടത് ഇതേ ഉള്ളൂ. ഔട്ട്പുട്ട് റെസിസ്റ്റൻസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ചേഞ്ച് ഇൻ ഇൻപുട്ട് കറണ്ട്, ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് കറണ്ട് അറ്റ് കോൺസ്റ്റന്റ് ഇൻപുട്ട് കറണ്ട് എന്നുള്ളത്. ഓക്കെ. ഇനി അടുത്ത പാരാമീറ്റർ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ. കോമൺ ബേസ് കോൺഫിഗറേഷന് കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ആൽഫ എന്ന് ഡിഫൈൻ ചെയ്യാം. എന്താണ് എപ്പോഴും ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്? ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. സോ ഇറ്റ് ഇസ് ഡെൽറ്റ IC ബൈ ഡെൽറ്റ IE. ഇതാണ് ആൽഫ എന്ന് പറയുന്ന കോമൺ ബേസ് കോൺഫിഗറേഷന്റെ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ആൽഫ. ഇനി കോമൺ എമിറ്ററിലാണെങ്കിൽ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ബീറ്റ എന്നാണ് കൊടുക്കാറ്. അതെന്തായിരിക്കും? ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് കറണ്ട് ബൈ ടു ദ കറസ്പോണ്ടിങ് ചേഞ്ച് ഇൻ ഇൻപുട്ട് കറണ്ട്. സോ ഡെൽറ്റ IC ബൈ ഡെൽറ്റ IB. ഇനി കോമൺ കളക്ടറിന് കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഗാമ എന്നാണ് പറയാറ്. ഗാമ എന്നാണ് നൊട്ടേഷൻ. ദാറ്റ് വിൽ ബി ഡെൽറ്റ IE by delta IB. ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട്. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ പാരാമീറ്റർ. നമ്മൾ എല്ലാ കോൺഫിഗറേഷനും ഒപ്പം പറഞ്ഞു പോയത്. അപ്പോൾ ഒന്ന് സമ്മപ്പ് ചെയ്യാം. ട്രാൻസിസ്റ്റർ 3 തരത്തിൽ കണക്ട് ചെയ്യാം. കോമൺ ബേസ്, കോമൺ എമിറ്റർ, കോമൺ കളക്ടർ കോൺഫിഗറേഷൻ. ശ്രദ്ധിക്കേണ്ടത് IE equals IC plus IB എന്നുള്ള ഇക്വേഷനും base emitter junction should always be forward biased and base collector junction should always be reverse biased. അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യില്ല, ട്രാൻസിസ്റ്റർ ആക്ഷൻ ഉണ്ടാവില്ല. പിന്നെ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻപുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് കറണ്ട് അറ്റ് കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഔട്ട്പുട്ട് കറണ്ട് അറ്റ് കോൺസ്റ്റന്റ് ഇൻപുട്ട് കറണ്ട്. പിന്നെ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ആൽഫ, ബീറ്റ, ഗാമ. അപ്പോൾ ഈ പാരാമീറ്റേഴ്സ് എല്ലാം തമ്മിൽ റിലേറ്റഡ് ആണ്. നമുക്ക് ചിലത് കോൺസ്റ്റന്റ് ആക്കി നിർത്തണം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ ഒരു പ്രാക്ടിക്കൽ സർക്യൂട്ട് ഉണ്ടാക്കാം. ബേസിക് ആയിട്ട് ഇത് തന്നെയാണ്. പ്രാക്ടിക്കലായിട്ട് ഇതിനെ കോൺസ്റ്റന്റ് ആക്കി നിർത്താനുള്ള ഒരു സംവിധാനം എല്ലാം കൊടുത്ത് നമുക്ക് ഒരു പ്രാക്ടിക്കൽ സർക്യൂട്ട് വരയ്ക്കാം. എങ്ങനെയാണ് ഈ പാരാമീറ്റേഴ്സ് മെഷർ ചെയ്യാൻ പുറപ്പെടുന്നത് എന്ന്. ഇത് നിങ്ങൾ ലാബിൽ ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ആയിരിക്കും. കോമൺ എമിറ്റർ കോൺഫിഗറേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുക, എങ്ങനെയാണ് ഈ പറഞ്ഞ പാരാമീറ്റേഴ്സ് എല്ലാം വേരി ചെയ്യുന്നത് എന്ന് നോക്കുക, അല്ലെങ്കിൽ കോമൺ ബേസിന്റെ സ്റ്റഡി ചെയ്യുക എന്നെല്ലാം. അപ്പൊ അതിന്റെ പ്രാക്ടിക്കൽ സർക്യൂട്ടാണ് ഇനി നോക്കേണ്ടത്. അപ്പൊ 3 സർക്യൂട്ടിന്റെയും പ്രാക്ടിക്കൽ സർക്യൂട്ട് വരയ്ക്കുന്നില്ല. ആദ്യം നമുക്ക് ഇതിൽ ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന കോൺഫിഗറേഷൻ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ഇതെടുത്തിട്ട് ഇതേ സംഭവം ഒരു പ്രാക്ടിക്കൽ സർക്യൂട്ട് ആക്കി മാറ്റാം. അതായത് വേരി ചെയ്യേണ്ട സാധനം വേരി ചെയ്യാനും കോൺസ്റ്റന്റ് ആക്കി നിർത്താൻ ഒരു പ്രൊവിഷനും എല്ലാം കൊടുത്തിട്ട് പ്രാക്ടിക്കൽ സർക്യൂട്ട് ഉണ്ടാക്കാം. അപ്പോ നമ്മൾ നേരത്തെ വരച്ച അതേ സർക്യൂട്ട് ഒന്ന് വലുതാക്കി വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതില് നമുക്ക് എന്ത് വേണം? ഒരു ബയസിംഗ് ബാറ്ററി VBB ബേസ് ബയസിംഗ് ബാറ്ററി കൊടുത്തിട്ടുണ്ട്. കളക്ടർ ബയസിംഗ് ബാറ്ററി VCC കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇൻപുട്ടിലെ
കറണ്ട് മെഷർ ചെയ്യണം. ഇത് ബേസ് ആണ്. അപ്പൊ ഇൻപുട്ടിലെ കറണ്ട്, ബേസ് കറണ്ട് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ഇവിടെ ഒരു മൈക്രോ അമ്മീറ്റർ വെച്ചാൽ മതി. അമ്മീറ്റർ വെക്കണം, മൈക്രോ അമ്മീറ്റർ മതി. ബേസ് കറണ്ട് വളരെ മൈക്രോ ആംപിയർ റേഞ്ചിലായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കളക്ടർ കറണ്ടും എമിറ്റർ കറണ്ടും മില്ലി ആംപിയർ റേഞ്ചിലായിരിക്കും. ബേസ് കറണ്ടും മൈക്രോ ആംപിയർ റേഞ്ചിലായിരിക്കും. അപ്പോൾ കറണ്ട് മെഷർ ചെയ്യാൻ, ഇൻപുട്ടിലെ കറണ്ട് മെഷർ ചെയ്യാൻ വഴി കണ്ടു. ഇനി ഇൻപുട്ടിലെ വോൾട്ടേജ്, ഇവിടെ ബേസ് എമിറ്റർ വോൾട്ടേജ് മെഷർ ചെയ്യാൻ ഞാൻ ഒരു വോൾട്ട് മീറ്റർ വെക്കുന്നു. അപ്പോ VBE എന്ന് വിളിക്കുന്നു അതിനെ. ഓക്കെ, ഇനി ഔട്ട്പുട്ടിലെ കറണ്ട് എനിക്ക് മെഷർ ചെയ്യണം. അതുകൊണ്ട് ഔട്ട്പുട്ടിലെ കറണ്ട് കളക്ടർ കറണ്ട് ആണ്. അപ്പൊ ഒരു മില്ലി അമ്മീറ്റർ വെക്കുന്നു. ഔട്ട്പുട്ടിലെ വോൾട്ടേജും എനിക്ക് പലപ്പോഴും മെഷർ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഔട്ട്പുട്ടിൽ ഒരു വോൾട്ട് മീറ്റർ വെക്കുന്നു. അതിനെ VCB എന്ന് വിളിക്കുന്നു. കളക്ടറും VCB അല്ല, VCE. കളക്ടറും എമിറ്ററും തമ്മിലുള്ളതല്ലേ, VCE എന്ന് വിളിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ വെച്ചു. ബൈസ് ചെയ്യാനുള്ള ബാറ്ററി വെച്ചു. ഇൻപുട്ടിലെ കറണ്ടും വോൾട്ടേജും മെഷർ ചെയ്തു. ഔട്ട്പുട്ടിലെ കറണ്ടും വോൾട്ടേജും മെഷർ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കി. ഇനി പക്ഷെ എനിക്ക് ഇൻപുട്ടിലെ കറണ്ട് മാറുമ്പോ, ഇൻപുട്ടിലെ വോൾട്ടേജ് മാറുമ്പോ എന്നൊക്കെ പറഞ്ഞ് മാറുന്ന കഥ പറയണം. അപ്പോ ഈ ബയസിംഗ് ബാറ്ററി നമുക്ക് ഫിക്സ് ചെയ്ത് വെച്ചാൽ പറ്റില്ല. ഈ ഇൻപുട്ട് വോൾട്ടേജിനെ ഒന്ന് വേരി ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനം വേണം. അതേപോലെ അറ്റ് കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്നൊക്കെ പറയുന്നത് കൊണ്ട് ഔട്ട്പുട്ടിലെ വോൾട്ടേജും കോൺസ്റ്റന്റ് ആക്കി നിർത്താൻ ഒരു സംവിധാനം കൊടുക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഈ ഡയറക്റ്റ് ആയി ബാറ്ററി കൊടുക്കുന്നതിന് പകരം നമുക്ക് ആ ബാറ്ററി നീക്കി വരച്ചു. ആ ബാറ്ററി വരച്ചു ഇവിടെ ഒരു റിയോസ്റ്റാറ്റ് ആക്കി മാറ്റാം. റിയോസ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ റെസിസ്റ്റൻസ് എന്നാണ് അർത്ഥം. ആ VBB എന്ന് പറഞ്ഞ ബാറ്ററി നമ്മൾ ഒരു റിയോസ്റ്റാറ്റ് കണക്ഷൻ വഴി കൊടുക്കുകയാണ്. സോ ദാറ്റ് ഈ റിയോസ്റ്റാറ്റിന്റെ വേരിയബിൾ ഹെഡ് നീക്കിയാൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടുന്ന വോൾട്ടേജ് മാറി മാറി കിട്ടും. ഒരു എക്സാമ്പിൾ പറയാം. ഇതൊരു 5 വോൾട്ടിന്റെ ബാറ്ററി ആണെന്ന് വിചാരിക്കൂ. എനിക്ക് ആദ്യം ഇൻപുട്ട് വോൾട്ടേജ് 1 വോൾട്ട് വെക്കണം. അത് കഴിഞ്ഞാൽ എനിക്ക് ഇൻപുട്ട് വോൾട്ടേജ് 2 വോൾട്ട് ആക്കി സ്റ്റഡി ചെയ്യണം. പിന്നെ എനിക്ക് ഇൻപുട്ട് വോൾട്ടേജ് 3 വോൾട്ട് ആക്കണം. എൻ്റെ കയ്യിൽ 5 വോൾട്ടിന്റെ ഒരു ബാറ്ററി ആണുള്ളത്. അപ്പൊ ചെയ്യേണ്ടത് ഇങ്ങനെ റിയോസ്റ്റാറ്റ് കണക്ട് ചെയ്യുക. റിയോസ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ റെസിസ്റ്റൻസ് ആണ്. അതിന് 2 ബേസ് എൻഡുകൾ ഉണ്ടാവും, ഒരു വേരിയബിൾ ഹെഡ് ഉണ്ടാവും. റിയോസ്റ്റാറ്റ് ഹാസ് ഗോട്ട് 3 ടെർമിനൽസ്. 2 ബേസിലും ഓരോ ടെർമിനൽ, അതിന്റെ മുകളിൽ ഒരു ഹെഡിൽ ഒരു ടെർമിനൽ. അപ്പോ അതാണ് ഇത് കാണിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്താൽ ഈ പോയിന്റ് ഞാൻ ഇവിടെ വെച്ചാൽ, ഇങ്ങോട്ട് നീക്കി വെച്ചാൽ എനിക്ക് 1 വോൾട്ട് കിട്ടും. ഈ പോയിന്റ് നടുവിൽ വെച്ചാൽ ഞാൻ ഇതിലുള്ള പകുതി വോൾട്ടേജ്, അതായത് 2.5 വോൾട്ടേജ് കിട്ടും. ഈ പോയിന്റ് ഞാൻ ഇങ്ങോട്ട് നീക്കി വെച്ചാൽ, കണക്ട് ചെയ്താൽ ഈ ഹോൾ വോൾട്ടേജ് 5 വോൾട്ട് എനിക്ക് ഇതിലേക്ക് കിട്ടും. കാരണം കിർച്ചോഫ്സ് ലോ പ്രകാരം ഈ വോൾട്ടേജ് ഈ റെസിസ്റ്റൻസിൽ ഡ്രോപ്പ് ആകും. നിങ്ങൾക്ക് അതിന് എത്ര വേണമെന്ന് നിങ്ങൾ ഈ വേരിയബിൾ പോയിന്റ് ഉപയോഗിച്ച് അത്രയും മാറ്റിയെടുക്കുക. 2.5 മതി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ റിയോസ്റ്റാറ്റിന്റെ ഹെഡ് നടുവിൽ വയ്ക്കാം. അപ്പോൾ ഇവിടെ വീഴുന്ന 5 വോൾട്ടിന്റെ 2.5 വോൾട്ട് നമുക്ക് നമ്മുടെ സർക്യൂട്ടിലേക്ക് എടുത്തു. അപ്പൊ റിയോസ്റ്റാറ്റ് അല്ലെങ്കിൽ വേരിയബിൾ റെസിസ്റ്റൻസിന്റെ പ്രവർത്തനം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതേപോലെ ഔട്ട്പുട്ടിൽ നമുക്ക് വോൾട്ടേജ് വേരി ചെയ്യാൻ ഒരു സംവിധാനം കൊടുക്കണം. അപ്പോ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞ് ഒരു റിയോസ്റ്റാറ്റ് കണക്ഷൻ ആക്കി മാറ്റുക ആ ബാറ്ററിക്ക്. ഇതിനെ നമ്മൾ എന്താ വിളിച്ച? VCC. അപ്പോ this is the experimental setup in order to study the characteristics of a common emitter transistor. Input current voltage measure ചെയ്യാനുള്ള provision, output current voltage measure ചെയ്യാനുള്ള provision, input voltage
വേരി ചെയ്യാനുള്ള പ്രൊവിഷൻ, ഇൻപുട്ടിലെ വോൾട്ടേജ് ഔട്ട്പുട്ടിലെ വോൾട്ടേജ് വേരി ചെയ്യാനുള്ള പ്രൊവിഷൻ. അപ്പൊ വേരി ചെയ്യാന്ന് പറഞ്ഞാൽ അത് കോൺസ്റ്റന്റ് ആക്കി നിർത്താനും ഉപകരിക്കും. അപ്പോഴല്ലേ വേരി ചെയ്താലല്ലേ മാറുന്ന ഒരു സാധനത്തിനെ കോൺസ്റ്റന്റ് ആക്കി നിർത്താൻ പറ്റുള്ളൂ. സോ ദിസ് ഇസ് ദ ട്രാൻസിസ്റ്റർ parameter or characteristics study circuit of a transistor. ഇനി ഇതിപ്പോ വരച്ചത് ഒരു NPN ട്രാൻസിസ്റ്റർ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലാണ്. ഇനി നിങ്ങൾക്ക് ഒരു കോമൺ ബേസിന്റെ സ്റ്റഡി ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ ട്രാൻസിസ്റ്ററിന്റെ കോൺഫിഗറേഷൻ മാറ്റി കോമൺ ബേസ് കോൺഫിഗറേഷൻ ആക്കി വരയ്ക്കുക. ഇവിടെ എമിറ്റർ വരും, ഇവിടെ കളക്ടർ വരും. ഓക്കെ, കോമൺ ബേസ് കോൺഫിഗറേഷൻ ആക്കി മാറ്റുക. അതിനനുസരിച്ച് ബയസിങ് മാത്രം പ്രോപ്പർ ബയസിങ് കൊടുക്കുക. ഇതിനെ കോമൺ കളക്ടർ ആക്കണമെങ്കിൽ കോമൺ കളക്ടർ കോൺഫിഗറേഷനിൽ ഇവിടെ വരയ്ക്കുക, അതിന് പ്രോപ്പർ ബയസിങ് കൊടുക്കുക. ബാക്കിയൊന്നും മാറ്റേണ്ട കാര്യമില്ല. ബയസിങ് ആണ് ഇമ്പോർട്ടൻ്റ്. ഏത് കോൺഫിഗറേഷനിൽ എടുത്താലും എവിടെ ഇൻപുട്ട് വരണം എവിടെ ഔട്ട്പുട്ട് വരണം എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഈ വോൾട്ടേജിന്റെ ഒക്കെ പേര് കറസ്പോണ്ടിംഗ്ലി മാറ്റി വിളിക്കുക ഓരോ സർക്യൂട്ടിനനുസരിച്ച്. അപ്പോൾ സർക്യൂട്ട് വരയ്ക്കാൻ പഠിച്ചു എന്ന് വിചാരിക്കണു. ഇനി നമ്മൾ ഇൻപുട്ടിലെ ഇത് തിരിച്ചൊന്ന് വരച്ചോട്ടെ. കോമൺ എമിറ്റർ ആയിരുന്നു അല്ലേ. ഇത് രണ്ടും കൂട്ടി വരയ്ക്കരുത്, കാരണം കളക്ടറും എമിറ്ററും ഒരുമിച്ചല്ല. ദേ ആർ നോട്ട് ഇൻ ഡയറക്റ്റ് കോണ്ടാക്ട്. ഇറ്റ് ഇസ് കണക്റ്റഡ് ത്രൂ ദ ബേസ് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോ ഇനി നമുക്ക് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാന്ന് പറഞ്ഞാൽ എന്താന്നാ പറഞ്ഞത്? ഏതൊക്കെ പാരാമീറ്റേഴ്സ് ആണ്? ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ VBE, ഇൻപുട്ടിലെ വോൾട്ടേജും ഇൻപുട്ടിലെ കറണ്ട് അതായത് IBയും തമ്മിലുള്ള വേരിയേഷൻ സ്റ്റഡി ചെയ്യാം. അറ്റ് കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് വോൾട്ടേജ്, അതായത് VCE കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് we will study the variation in IB and VBE. ഓക്കെ, അപ്പൊ നിങ്ങൾ തന്നെ അതൊന്ന് വരച്ച് നോക്കാം. അപ്പോൾ ഗ്രാഫ് എങ്ങനെ ഇരിക്കുന്നു നോക്കാം. ഗ്രാഫ് will look something like this. തനിയെ വർക്ക്ഔട്ട് ചെയ്യാം. എന്തൊക്കെയാ പ്ലോട്ട് ചെയ്യാനാ പറഞ്ഞത്? IB വേഴ്സസ് VBE. IB വേഴ്സസ് VBE പ്ലോട്ട് ചെയ്യാം. ഗ്രാഫ് ഇങ്ങനെ ഇരിക്കും. That you have to do at constant output voltage. So ഇതിപ്പോ VCE equals 10 വോൾട്ടിനാണ് പ്ലോട്ട് ചെയ്തതെന്ന് വിചാരിക്കും. ഇനി VCE 1 വോൾട്ട് വെച്ചിട്ട് ആദ്യം പ്ലോട്ട് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടും. ഇതിന്റെ സ്ലോപ്പ് V/I എടുത്താൽ റെസിസ്റ്റൻസ് കിട്ടും, ഇൻപുട്ട് റെസിസ്റ്റൻസ് കിട്ടും. അപ്പോ ഇൻപുട്ടിലെ കറണ്ട് വേഴ്സസ് ഇൻപുട്ടിലെ വോൾട്ടേജ്. വോൾട്ടേജ് ആണ് നമ്മൾ മാറ്റി കൊടുക്കുക. അതിനനുസരിച്ച് കറണ്ട് മെഷർ ചെയ്യും. ഗ്രാഫ് ഇങ്ങനെ വരും. അതിന്റെ സ്ലോപ്പ് എടുത്താൽ നമുക്ക് റെസിസ്റ്റൻസ് R is equal to V/I കാണാം. ഇതാണ് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഔട്ട്പുട്ടിലെ വോൾട്ടേജ് വേഴ്സസ് ഔട്ട്പുട്ടിലെ കറണ്ട്. സോ ഔട്ട്പുട്ടിലെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഏതാണ്? VCE, ഔട്ട്പുട്ടിലെ വോൾട്ടേജ് വേഴ്സസ് ഔട്ട്പുട്ടിലെ കറണ്ട്. ഔട്ട്പുട്ടിലെ കറണ്ട് ഏതാണ്? IC അല്ലെ? IC എല്ലാം മാർക്ക് ചെയ്യണം കേട്ടോ. IC ഇവിടെ മാർക്ക് ചെയ്യണം, എന്നാലേ കംപ്ലീറ്റ് ആവുള്ളൂ. IB ഇവിടെ മാർക്ക് ചെയ്യണം. ഇത് IE ഇവിടെ മാർക്ക് ചെയ്യണം. അപ്പോൾ ഔട്ട്പുട്ടിലെ കറണ്ട് ആണ് ഇനി വേണ്ടത്. അപ്പൊ ഇത് IC. അറ്റ് കോൺസ്റ്റന്റ് ഇൻപുട്ട് കറണ്ട് ആണ് വരയ്ക്കേണ്ടത് എന്ന് ആലോചിക്കുക. അതിന്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടും. ഇത് IB ഈക്വൽസ് 5 മില്ലി ആംപിയർ അല്ലെങ്കിൽ മൈക്രോ ആംപിയർ അല്ലേ ബേസ് കറണ്ട് വരുള്ളൂ. ഒരു കോൺസ്റ്റന്റ് കറണ്ടിന് വരച്ചു IC വേഴ്സസ് VCE. ഇനി IB വേറൊരു വാല്യൂവിൽ ഫിക്സ് ചെയ്ത് വെക്കുകയാണ് ഞാൻ. സേ 10 മൈക്രോ ആംപിയർ. ആദ്യേ
VCE വേഴ്സസ് IC വരച്ചു. അപ്പൊ അതിങ്ങനെ ഇരിക്കും. IB ഈക്വൽസ് 10 മൈക്രോ ആംപിയറിന് പ്ലോട്ട് ചെയ്തു. ഓക്കെ, ഇനി ഇതിന്റെ സ്ലോപ്പ് എടുക്കുക, R is equal to V/I ചെയ്യാം. അപ്പോ സ്ലോപ്പ് V/I ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് വരിക? ഫോർ എ ഗുഡ് ചേഞ്ച് ഇൻ V, ചേഞ്ച് ഇൻ I is very less അല്ലെ ഇവിടെ. അതുകൊണ്ട് റെസിസ്റ്റൻസ് വളരെ അധികമാണെന്ന് നമുക്ക് കിട്ടും. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഇസ് വെരി ഹൈ എന്ന് കിട്ടും. കിലോ ഓംസിന്റെ റേഞ്ചിൽ വരും. ആദ്യം വരച്ച ഗ്രാഫ് ഇൻപുട്ട് ഗ്രാഫ് ഇങ്ങനെ വരച്ചു നമ്മൾ അല്ലെ. ഇൻപുട്ട് എന്തൊക്കെയായിരുന്നു? VBE വേഴ്സസ് IB ഇൻപുട്ട് വരച്ചത്. ഇവിടെ സ്ലോപ്പ് എടുത്താൽ V/I ചെയ്ത് കഴിഞ്ഞാൽ ഓംസിന്റെ റേഞ്ചിലേ വരുന്നു. അപ്പോൾ ഇൻപുട്ട് റെസിസ്റ്റൻസ് ചെറുതാണെന്ന് കിട്ടും ഗ്രാഫിൽ നിന്ന്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് വളരെ വലുതാണെന്ന് കിട്ടും. ഈ സെറ്റപ്പ് ഉപയോഗിച്ച് നമുക്ക് ഇത് ചെയ്യാം. ഇനി നമുക്ക് വേണമെങ്കിൽ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട്, അത് നോക്കാം. പിന്നെ ഈ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സിന് ഇതാ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ഷാർപ്പായി ഇൻക്രീസ് ചെയ്യുന്ന പോയിന്റിനെ നീ വോൾട്ടേജ് എന്ന് പറയാറുണ്ട്, ആസ് ഇൻ ഡയോഡ്. ഇനി അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആൽഫ, ബീറ്റ, ഗാമ എന്നുള്ള ഈ പാരാമീറ്റേഴ്സ് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. കളക്ടർ കറണ്ടിന് മെജോറിറ്റി കാരിയർ കറണ്ടിന്റെ കൂടെ മൈനോറിറ്റി കാരിയർ കറണ്ട് എങ്ങനെ വരുന്നു ടോട്ടൽ കളക്ടർ കറണ്ടില് എന്നുള്ള കൺസെപ്റ്റ് നോക്കാം. അതിനുശേഷം ആൽഫ, ബീറ്റ, ഗാമ തമ്മിലുള്ള റിലേഷൻസ് ഡിറൈവ് ചെയ്യാം.